എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാത്തിനും വിപരീതമായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് മാത്രമല്ല, വളരെയധികം മനസാക്ഷികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഈ കൊലപാതകത്തെ പറ്റിയിട്ട് മറ്റാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് മുഖത്ത് നോക്കി അത് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നാണക്കേട് ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ ആണല്ലോ ഇത് നടന്നിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നു, നാണക്കേട് തോന്നുന്നു, കാറി തുപ്പാൻ തോന്നുന്നു. സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വാർത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എനിക്കത് പറയാനായിട്ട് വലിയ ജാള്യത തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ ന്യൂസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കോഴിക്കോട് രാമനാട്ടുകരയിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കൊണ്ടോട്ടി നീരാട് സ്വദേശി ഷിബിനാണ് മരിച്ചത്. സുവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് കൊലപാതക കാരണമെന്ന് പ്രതി ഇജാസിന്റെ മൊഴിയുണ്ട്. അഖില സിബി വിവരങ്ങളുമായിട്ട് അഖില, ഇപ്പോഴാണ് ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞ മുഖം വികൃതമായ നിലയിലായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? അരമണിക്കൂർ മുൻപെയാണ് ഇത്തരത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. മറ്റത് കൊണ്ടോട്ടി സ്വദേശി നീരാട് സ്വദേശി ഷിബിനാണ്. അതായത് ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ പ്രതിയായിട്ടുള്ള ഇജാസും ഷിബിനും മദ്യപിക്കുകയായിരുന്നു. ഈ മദ്യപിക്കുന്നതിനിടയിൽ ഷിബിൻ ഇത്തരത്തിൽ ഇജാസിനെ സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു. അതാണ് പ്രകോപനം ഉണ്ടാക്കിയത്. മാത്രമല്ല ഷിബിൻ ഇത് കഴിഞ്ഞ്, അതായത് തന്റെ നിർബന്ധത്തിന് വഴങ്ങില്ലെന്ന് കണ്ട ഇജാസിനെ ഷിബിൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതോടെ ഇത്തരത്തിൽ കൊലപാതകത്തിന് പ്രകോപനം ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ ഇജാസ് പ്രതിയായിട്ടുള്ള ഇജാസ് പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. കേട്ടില്ലേ? ഇത്രയും വൃത്തികെട്ടൊരു കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. എത്ര മോശമായിട്ടുള്ള, എത്ര മ്ലേച്ഛമായിട്ടുള്ള കൊലപാതകമാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. ശരിക്കും ഓരോ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നു, അല്ലെങ്കിൽ ബലാത്സംഗത്തിനിടെ മരിച്ചു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അത് കൊച്ചുകുട്ടികളെ ആയാലും വൃദ്ധകളെ ആയാലും അങ്ങനെ ഒന്നുമില്ല, പ്രായഭേദമില്ലാതെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉപദ്രവിച്ച് കൊല്ലുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പുരുഷന്മാരെ ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഇതൊക്കെ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? അതും അതിനു വേണ്ടിയിട്ടൊക്കെ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കൂ, എന്തൊക്കെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ന്യൂജൻ പിള്ളേർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇത്രയും നാണം കെട്ട കാര്യങ്ങളാണോ? അതേസമയം ഇത് വേറെ വല്ല സ്ഥലത്തും ആണെങ്കിൽ, ബംഗ്ലാദേശിലോ യുപിയിലോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആളുകളെല്ലാവരും, പിള്ളേരെല്ലാവരും കൂടി വാർത്തയിട്ട് എന്തോരം ആഘോഷിച്ചേനെ. ഇത് ലജ്ജ തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് ഓർക്കുമ്പോഴത്തേക്ക്. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങളുടെ സ്വന്തം ഉത്തരവുണ്ണി.